അപ്പോൾ അത് വിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് വരുമാനം വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അതായിരുന്നു ശരിക്കും പറഞ്ഞ് ഇൻകം ജനറേറ്റ് ചെയ്തിരുന്നത് ഈ പുസ്തക പ്രസിദ്ധീകരണത്തിനകത്തോടാണ്. അതിൻ്റെ ഒരു അറ്റത്താണ് പിന്നെ ഞാൻ ഇപ്പോൾ മാസിക എഡിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ DYFIയുടെ മാസിക എഡിറ്റ് ചെയ്യുന്നതായിട്ട് വന്നത്. അപ്പോൾ അതിനകത്തുനിന്നൊരു ഇൻകം വരുമായിരുന്നു. ഈ സ്ഥലം എനിക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തിരുന്ന തെങ്ങ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ അതിൻ്റെ ചവിട്ടി തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. മറ്റ് ഇപ്പോൾ നമ്മളൊരു നെൽകൃഷിയൊക്കെ ചെയ്യുമ്പം കൊടുക്കേണ്ട അറ്റൻഷൻ ഒരിക്കലും തെങ്ങിന് വരത്തില്ല. അപ്പോൾ അത് മാസത്തിൽ 1.5 മാസത്തിൽ കൂടുമ്പോൾ നമ്മളൊന്ന് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ജീവിതമായ കാരണം കൊണ്ട് അതും ഒരു ചെറിയ വരുമാനമാണ്. പക്ഷേ ഈ പുസ്തക പ്രസിദ്ധീകരണവും ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേന് എൻ്റെ രീതിയിൽ ഒരു ഉണ്ടാവും. ജയശ്രീക്ക് ജോലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ജയശ്രീ ഒരു ഡോക്ടറായിട്ട് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ചെറിയ ഇത് മാത്രമേ ജയശ്രീക്ക് സത്യത്തിൽ നല്ലൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. എൻ്റെ കൂടെ കൂടിപ്പോയിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ജയശ്രീ എപ്പോഴും ആരുടെയെങ്കിലും ഒരു അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ചെയ്തിരുന്ന ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് ജയശ്രീയുടെ വരുമാനത്തിന് അത് ഉപയോഗപ്പെടുമായിരുന്നു. അതിനകത്തുനിന്നൊന്നും തന്നെ ഞാനും ജയശ്രീയും കൂടെ ചേർന്നിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് ജീവിക്കുന്ന തരത്തിൽ അല്ലായിരുന്നു. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 5 തൊട്ട് 10 പേര് എൻ്റെ കൂടെ ജീവിക്കുന്നതൊക്കെ ഉണ്ടാവും. ധാരാളം പേര് ഒന്നിച്ചുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ചിലവും ഒക്കെ ഇതിനകത്തു നിന്നാണ് നടന്നു പോകുന്നത്. അപ്പോൾ എന്ത് ഇൻകം ഉണ്ടായാലും ഇപ്പോൾ 1 രൂപ ഉണ്ടായാൽ അതിനകത്ത് 10 പേര് ജീവിക്കും. അങ്ങനെ അങ്ങ് തീർന്നുപോയി. അപ്പോൾ ഈ അക്കൗണ്ടിനകത്ത് ധനം ഒരിക്കൽ വീണത് എൻ്റെ സ്ഥലം വിറ്റ സമയത്ത് കുറച്ച് രൂപയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. എന്നാലും അന്നൊരു വലിയ സംഖ്യ ആയിരുന്നു. ആ സംഖ്യയ്ക്ക് പക്ഷേ അന്ന് കനിയെ പഠിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നായിരുന്നു. അവർ ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന കാലമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ കാശിനകത്ത് 2 ഭാഗവും അതിന് വേണ്ടി ചിലവഴിച്ചു പോയി. പിന്നെ ബാക്കി വന്നത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് ജയശ്രീക്കും കനിക്കും അതിൻ്റെ പങ്ക് കൊടുത്ത്. ഒരു പങ്ക് ഞാനെടുത്ത് എൻ്റെ പങ്ക് എൻ്റെ കൂട്ടുകാരും മറ്റുള്ളവർക്കുമായിട്ട് ഞാനത് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിനകത്ത് ഇപ്പം മറ്റുള്ളവർ ഇടുന്ന ഒരു സംഖ്യ ഉണ്ടെന്നേ ഉള്ളൂ. ആളുകൾക്ക് എന്നോട് കൗതുകമുള്ളവർ, എന്നോട് ഇഷ്ടമുള്ളവർ, അവർ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ അക്കൗണ്ടിൽ ഇടുന്ന പണമേ ആണ് ഇപ്പോൾ അതിനകത്തുള്ളത്. അതൊരു എന്നാൽ ഒരു മാസമൊക്കെ സാറിന് തള്ളി നീക്കണമെങ്കിൽ എത്ര സാറ് പറഞ്ഞു ജീവിക്കണമെങ്കിൽ സാറിന്? എനിക്ക് ജീവിക്കാനായിട്ട് വളരെ കുറച്ച് മതി. കാരണം ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കുന്ന തന്നെ ഇല്ല. ഉച്ചയ്ക്ക് ഒരു നേരമാണ് വളരെ ഇതായിട്ട് മെനക്കെട്ട് കഴിക്കുന്നത്. രാവിലെ 2 മുട്ട തിന്നത്തേ ഉള്ളൂ. വൈകുന്നേരം എന്തെങ്കിലും ഫ്രൂട്ട്സ് തിന്നത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ചിലവ് വളരെ കുറവാണ്. എന്നാൽ ഒരു മാസം സാറിന് എങ്ങനെ ഒന്ന് മൂവ് എനിക്ക് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് അകത്ത് മതി ഒരു മാസം. കാരണം ഈ ഭക്ഷണത്തിന് എൻ്റെ ഈ ഫോണിൻ്റെ ഇത് അടയ്ക്കാനാണ് യഥാർത്ഥത്തിൽ കാശ് വേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ ആൾക്കാർ തരും, ഭക്ഷണം തരും, എല്ലാവരും എനിക്ക് ഭക്ഷണം തരും. തിന്നാനാ പാട്. കാരണം അത്രയും തിന്നാൻ എനിക്ക് കഴിയാതെ പോയിരുന്നതാണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലിടുന്ന പണത്തിനകത്തെ 80% എന്നെ പരിചയമുള്ള വളരെ ദരിദ്രരായ മനുഷ്യരുണ്ട്. അവരുടെ മരുന്ന് മേടിക്കുന്നതിന്, കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, അതേപോലെ തന്നെ അത്യാവശ്യം വേറെ ആരും ചോദിച്ചാൽ തരത്തില്ല, അവിടെ നിങ്ങളോട് ചോദിക്കുക തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം എനിക്കൊരു മാസം ഒരു 15,000 തൊട്ട് 25,000 രൂപയുള്ള ചിലവ് വരും. ആളുകൾ ചോദിക്കുന്നവരുടെ പൈസ ഉണ്ടാകട്ടെ. സാറിന് ജീവിക്കാൻ 5,000 മതി. എനിക്ക് അത് തന്നെ വേണ്ടി വരത്തില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഡേറ്റയുടെ വില എന്ന് പറയുന്നത് എനിക്ക് 1,000 രൂപയ്ക്ക് അകത്തായിട്ടുണ്ട്. 2 സിമ്മിനകത്തൂടെയും 500 രൂപയുടെ എടുത്തു കഴിഞ്ഞാൽ 5-6 GB അത്രയേ വരത്തുള്ളൂ ഒരു ദിവസം. ഒരു ദിവസം എത്ര ആരാധികമാരുടെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് സർ? ആരാധികമാരുടെ മെസ്സേജൊക്കെ കുറച്ച് പേര്. എല്ലാവരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം നിങ്ങൾ എടുത്ത് ചോദിക്കുന്ന പോലുള്ള അപ്പോൾ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഞാൻ അവരുടെ മറുപടി പറയുന്നത്. പബ്ലിക്കായിട്ടുള്ള ചോദ്യം ഇതുപോലെ ആൾക്കാർ ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും. കാരണം ഓരോ ആളിനോടും ഇരുന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പബ്ലിക്കായ ചോദ്യമാണെങ്കിൽ
പരസ്യമായിട്ട് ചോദിക്കണമെന്ന് പറയും. ഇത്രയൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ എല്ലാം ആസ്വദിക്കണം എന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. ലഹരി യൂസേജ് ഒക്കെ ഇപ്പം കൺട്രോൾഡ് ആണോ സാർ? കാരണം ഡ്രഗ്സ് അധികം കുട്ടികളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും അതിൻ്റെ അമിതമായ പിടിയിലേക്ക് പോകരുത് എന്നൊക്കെ സാർ പറയുന്നത് ഞാൻ ഈ ഡ്രഗ് നിരോധിക്കുമ്പം അത് അമിതമായി വിൽക്കപ്പെടുകയും അഗ്രസീവായിട്ട് സെയിലുണ്ടാകുമെന്ന് അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. അത് ഈ കാര്യത്തിൽ ഡ്രഗിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളതല്ല. രണ്ടുപേര് തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോൾ പോലും ഈ പ്രശ്നം ഉണ്ടായാൽ രഹസ്യമായ ജീവിതവും രഹസ്യമായ ലോകങ്ങളും ഉണ്ടാവും. അത് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് റെഗുലേറ്റ് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. അപ്പം മദ്യം ഇവിടെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അത് നിയന്ത്രിതമായിട്ട് ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്, വണ്ടിക്കകത്ത് കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യരുതെന്ന് പറയുന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് ആളുകൾ കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുമെന്ന് കുറയും. അങ്ങനെ നിയന്ത്രിച്ചാണ് ഇത് കുറയ്ക്കുന്നത്. അതേസമയത്ത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ യാതൊരു നിയന്ത്രണമില്ലാതെ ചെയ്തോളെ. ഇതുകൊണ്ടാണ് അത് പറയുന്നത്. അല്ലാതെ മദ്യം ഉപയോഗിക്കണമെന്നോ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നൊന്നും അല്ല. അത് ഉപയോഗിക്കാനല്ല പറയുന്നത്. ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ആളുകൾ രഹസ്യമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കും. പക്ഷെ നിയന്ത്രണത്തോടെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിനകത്ത് ഉണ്ടാക്കുന്ന നിയമങ്ങൾ കഠിനമായ നിയമങ്ങളുണ്ടാക്കിയ അണ്ടർവേൾഡ് രഹസ്യ ലോകങ്ങൾ രൂപപ്പെടാതിരിക്കാനാണ് ഈ പറയുന്നത്. രഹസ്യ ലോകത്ത് എന്ത് നിയമം നിങ്ങളുണ്ടാക്കും? ഇപ്പോൾ തന്നെ ഇവിടെ മയക്കുമരുന്ന് നിരോധിച്ച നാടാണിത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പേര് ഉപയോഗിക്കുന്നവരായി മാറിയത്? വലിയൊരു സപ്ലൈ ഇപ്പോഴും കേരളത്തിലുണ്ട്. സപ്ലൈ ഉണ്ടാകുന്നത് നിരോധിച്ചത് കൊണ്ടാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം മദ്യം എല്ലായിടും കിട്ടുന്നില്ലേ? ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും മദ്യം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അത്രയും ലളിതമല്ലേ ഇത്? മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് എല്ലാവരും ഉപയോഗിക്കണമല്ലോ. അതാണല്ലോ ഇവരുടെ തിയറി. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും മദ്യം ഉപയോഗിക്കുന്നവരായി മാറത്തില്ല. കാരണം എല്ലായിടം കിട്ടുമല്ലോ, മേടിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് എന്താ പിന്നെ ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെയല്ല അത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മാടക്കടകളിലെല്ലാം കഞ്ചാവ് വിൽക്കുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അങ്ങ് മുഴുവൻ പേരും കഞ്ചാവ് വലിക്കുന്നവരായിട്ട് മാറണ്ടേ? സിഗരറ്റ് വിൽക്കുമായിരുന്നു, എല്ലാവരും സിഗരറ്റ് വലിക്കുന്നവരായി മാറണ്ടേ? അങ്ങനെയല്ല. നിയന്ത്രണങ്ങളുണ്ടാകുന്ന സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ആളുകൾ രഹസ്യമായിട്ട് അപ്പം നിയന്ത്രണമില്ലാത്ത ഉപയോഗങ്ങളുണ്ടാകും. അതാണ് ഈ പറയുന്നത്. ഇപ്പം നിരോധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് അഡിക്റ്റഡായ ആൾക്കാരുണ്ടാകും. അവരെങ്ങനെങ്കിലും ഇത് കിട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ 50 രൂപ ഉണ്ടായിരുന്ന ഒരു സാധനം നിരോധിച്ചു കഴിഞ്ഞാൽ അത് 100 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങും. 100 രൂപയ്ക്ക് വിൽക്കുമ്പോഴും ഭയങ്കര ശക്തമായ നടപടികളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 500 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമായിട്ട് മാറും. 500 രൂപ വിറ്റാൽ കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം 500 രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ ദരിദ്രരായ മുഴുവൻ പേരും പെട്ടെന്ന് കാശുണ്ടാക്കണമെന്ന് ആലോചിച്ച് ഇത് ചെയ്യും. അപ്പോഴാണ് അഗ്രസീവായിട്ടുള്ള സെയിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഈ ടാർഗറ്റഡ് ആയിട്ട് ഈ കുട്ടികളെ മുഴുവൻ ഉപയോഗിക്കുന്നവരായിട്ട് മാറുന്നത് എങ്ങനെയാണ്? കാരണം അവരെ വൾണറബിളായ ആൾക്കാരാണ്. അവർക്ക് അവരുടെ മുന്നിൽ ഇതുമായിട്ട് അഗ്രസീവായിട്ട് സെയിൽ ചെയ്യുന്നവരായിട്ട് മാറും. ഇപ്പം ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം വലിയ വിലയാണെന്നുണ്ടെങ്കിൽ അവർക്കത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വിറ്റിട്ട് ഉപയോഗിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ കഴിക്കുന്ന മുഴുവൻ പേരും വിൽപ്പനക്കാരായി മാറുകയും കൂടെ ചെയ്യുന്നൊരു സ്ഥലം വരും. ഇതൊക്കെയാണ് ഞാനിത് ഒരു ദൂഷിത വലയം എന്ന് പറയുന്ന ഒരു വിക്ഷ സർക്കിളാണത്. അതിനകത്ത് പെട്ടുപോകും നമ്മൾ. ഇത് ഞാൻ പറയുന്ന കാരണം കൊണ്ട് മാത്രമല്ല. 13 വർഷം മദ്യം നിരോധിച്ച ഒരു രാജ്യമായിരുന്നു അമേരിക്ക. 1919 തൊട്ട് 32 വരെ നിരോധിച്ചിരുന്നതാണ്.